സരിതയ്ക്ക് പിന്നാലെ അംബാനിയും സോളാർ പദ്ധതിയുമായി രംഗത്തെത്തുകയാണ്. എന്താണ് സംഭവം? ഇതിപ്പോ മോരും മുതിരയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നാലും ഇപ്പൊ സരിതേനെ എഴുന്നള്ളിച്ചത് കൊണ്ട് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ സോളാർ സരിത കൊണ്ടുവന്നല്ലേ? സോളാർ സരിത കൊണ്ടുവന്നതല്ല. സരിത കൊണ്ടുവന്നപ്പോൾ സോളാർ വലിയ ചർച്ചാ വിഷയമായെന്നേ ഉള്ളൂ. പക്ഷെ സരിത ഉദ്ദേശിച്ച പ്രൊജക്റ്റ് വലിയ സംഗതി ഉള്ളതാണ്. കാരണം നമ്മുടെ കുറെ പൊതു ഇടങ്ങൾ വെറുതെ കിടപ്പുണ്ടല്ലോ. ഒരുപാട് സർക്കാർ ഓഫീസുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ. ഇതിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് വെറുതെ വെയിൽ കൊണ്ട് കാക്ക കാഷ്ടിച്ച് വൃത്തികേടാകുന്നതല്ലാണ്ട് അതുകൊണ്ടൊരു പ്രയോജനമില്ല. അവിടെയൊക്കെ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അതിനിപ്പോൾ അതായത് MLA മാർ അവരുടെ MLA ഫണ്ടിൽ നിന്നും MLA ഫണ്ട് ബോർഡ് കൂടി വെച്ചാൽ സംഭവം ഉഷാറായി. അങ്ങനെയാണ് ഈ MLA മാരെയൊക്കെ സ്വാധീനിക്കാൻ, മന്ത്രിമാരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് സരിത ഇറങ്ങിത്തിരിച്ചത്. അത് വലിയ വിവാദമായി. അതാണ് നമ്മുടെ ചരിത്രം. പക്ഷേ റിലയൻസ്, അംബാനി അവർ അത്യാവശ്യം കടന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ്. കാരണം അവർ ഒരു 10 വർഷം അല്ല ഒരു 20 വർഷം മുമ്പേ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുന്ന കൂട്ടരാണ് അവർ. അതുകൊണ്ടാണ് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലയായിട്ട് വളർന്നത്. അപ്പോൾ അവരിപ്പോൾ പദ്ധതി ഇടുന്നത് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സോളാർ പാടം സ്ഥാപിക്കുക. അതുവഴി അടുത്ത 10 വർഷത്തേക്ക് രാജ്യത്ത് ആവശ്യമായി വരുന്ന ഊർജത്തിന്റെ 10% വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് റിലയൻസിന്റെ പദ്ധതി. ഇപ്പൊ റിലയൻസിന് സ്വന്തമായി വൈദ്യുതി വിതരണ ശൃംഖലയുണ്ട്, വൈദ്യുതി വിതരണ കമ്പനിയുണ്ട്. റിലയൻസ് സ്വകാര്യ മേഖലയിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ അവർക്ക് ആ രീതിയിൽ അത് വിറ്റ് കാശാക്കുകയും ചെയ്യാം. അപ്പൊ ആ ഉദ്ദേശത്തിലാണ് അവര് ഇത്തരത്തിൽ ഒരു ഹെവി സോളാർ പ്രോജക്റ്റുമായിട്ട് വരുന്നത്. അത് രാജ്യത്തിന് വളരെ അഭിമാനകരമായ സംഗതിയാണ്. കാരണം ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്നതാണല്ലോ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അപ്പൊ ആ ഗ്രീൻ എനർജിയുടെ ഒരു ഹബ്ബായി രാജ്യത്തെ മാറ്റാൻ ഒരു പക്ഷേ ഈ അംബാനിയുടെ ഈ പ്രൊജക്റ്റിന് സാധിക്കും. ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 5,50,000 ഏക്കർ വരുന്ന മേഖലയിലാണ് ഈ സോളാർ പാടം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കരുതും 5,50,000 ഏക്കർ എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശമാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, 3 സിംഗപ്പൂർ ചേരുന്നതായിരിക്കും ഈ 5,50,000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അത്രയ്ക്ക് വിശാലമായ ഏരിയയാണ്. അവിടെ ഇതിനോടകം തന്നെ നമ്മുടെ അംബാനിയുടെ റിഫൈനറികൾ പ്രവർത്തിക്കുന്നുണ്ട്. തീരദേശ മേഖലയാണ് ഈ കച്ചിലെ തീരദേശ. അംബാനിയുടെ റിഫൈനറികൾ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇവർ ഈ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് വലിയ പദ്ധതി തയ്യാറാക്കുന്നത്. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം കണ്ടിട്ടുണ്ടല്ലോ, അവിടെ പ്രാഥമിക ഉദ്ദേശം അവിടെ വിമാനങ്ങളുടെ ഓപ്പറേഷനാണ്. പക്ഷേ സെക്കൻഡറി ആയിട്ട് അവിടെ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സോളാർ വൈദ്യുതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ മണ്ടയിൽ പാനൽ സ്ഥാപിക്കുന്ന, പിന്നെ അതിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ അതിനുവേണ്ടി മാത്രമായി ഒരു പദ്ധതി സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യകതയില്ല. ഇതിനോടകം തന്നെ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി സ്ഥലത്ത് അതിന്റെ അധിക ഉൽപാദനം എന്ന നിലയിൽ സോളാർ വൈദ്യുതി അവതരിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ റിലയൻസ് അവരുടെ കച്ചിലുള്ള അല്ലെങ്കിൽ ജാംനഗർ, കാണ്ട്ല ഈ 2 സ്ഥലങ്ങളിലുള്ള അവരുടെ റിഫൈനറികളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഈ എണ്ണ പരിവേഷണ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സോളാർ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ റിലയൻസിന്റെ വാർഷിക ജനറൽ ബോഡി കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ഈ റിലയൻസ് കുടുംബത്തിലെ ഏറ്റവും ഇളം തലമുറക്കാരനായ അനന്ത് അംബാനി, ഇച്ചിരി തടിച്ച് ഉള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, കഴിഞ്ഞിടയ്ക്കാണ് പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞത്. ഈ അനന്ത് അംബാനിയാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സോളാർ എനർജി സൗരോർജ പാടമായി ഗുജറാത്ത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ കൂടാതെ ഇത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽ മാത്രമല്ല, അത് സൂക്ഷിക്കാനായിട്ടൊരു ബാറ്ററി സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഇവരുദ്ദേശിക്കുന്നത് പ്രതിദിനം ഒരു 55 മെഗാവാട്ട് സോളാർ മൊഡ്യൂളുകളും 55 മെഗാവാട്ടിന് ചേരുന്ന തരത്തിലുള്ള സോളാർ മൊഡ്യൂളുകളും ഒരു 180 മെഗാവാട്ട് ബാറ്ററി കണ്ടെയ്നറുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു അതിവേഗ ഇൻസ്റ്റലേഷൻ, ലോകത്തെ തന്നെ ഏറ്റവും അതിവേഗതയിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ ആയിട്ടാണ് ഇതും കണക്കാക്കുന്നത്. ഇവര് ഉദ്ദേശിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് രാജ്യത്തിന് ആവശ്യമായ അടുത്ത 10 വർഷത്തേക്ക് ആവശ്യമായ വൈദ്യുതി സൗരോർജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ഈ ജാംനഗർ, കാണ്ട്ല എന്ന് പറയുന്ന പ്രദേശത്തെ അവരുടെ എണ്ണ പരിവേഷണ അല്ലെങ്കിൽ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ
ഗ്രീൻ അമോണിയ ഉൽപാദനം, അതേപോലെ ഗ്രീൻ മെഥനോൾ ഉൽപാദനം, പിന്നെ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ, അതായത് നമ്മുടെ വിമാന ഇന്ധനം, പിന്നെ ഗ്രീൻ ഹൈഡ്രജൻ, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ വരുംകാല ഇന്ധനം ഹൈഡ്രജൻ ആകും എന്നുള്ള സൂചനകൾ വന്നിരുന്നു. നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് കാറുകൾ ഓടിക്കുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിച്ച് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുക, വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കുക, കാറുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ ഓടിപ്പിക്കുക, ഇതൊക്കെ കുറിച്ചുള്ള പദ്ധതികളൊക്കെ നടക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഗ്രീൻ ഹൈഡ്രജന്റെ ഒരു ഹബ്ബായിട്ട് രാജ്യത്തെ മാറ്റുക എന്നുള്ളതാണ് റിലയൻസിന്റെ ഉദ്ദേശം. 2032 പ്രതിദിനം 3 മില്യൺ ടൺ, പ്രതിവർഷം 3 മില്യൺ ടൺ ഹൈഡ്രജൻ ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റിലയൻസിന്റെ കണക്കുകൂട്ടൽ. ഇപ്പൊ ഈ റിലയൻസ് എന്ന് പറയുന്ന വ്യവസായ ശൃംഖല ആദ്യം ഈ പെട്രോ കെമിക്കൽസ് രംഗത്ത്, അതായത് ഇന്ധനം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ആദ്യം വന്നത്. പിന്നെ കാലം പുരോഗമിക്കുന്നതനുസരിച്ച് കാലത്തിന്റെ ആവശ്യകത എന്താണോ അതനുസരിച്ച് അവരുടെ ചുവടുകൾ മാറ്റിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ജിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലയൻസിന്റെ ടെലികോം രംഗത്തെ പ്രവേശനം. ഇപ്പോൾ ജിയോ എന്ന പേരിൽ അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഒരു സ്വകാര്യ നെറ്റ്വർക്കായിട്ട് മാറി. അതേപോലെ റിലയൻസിന്റെ റീറ്റെയിൽ ശൃംഖല, നമ്മുടെ നാട്ടിൽ ഒരുപാട് മാളുകൾ റിലയൻസ് തുടങ്ങിയിട്ടുണ്ട്. റിലയൻസിന്റെ ട്രെൻഡ്സ് എന്നും പറഞ്ഞ് വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ റിലയൻസിന്റെ പുതിയ പുതിയ ചുവടുവെപ്പുകളാണ്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് ഇപ്പോൾ ലോകത്തെ ഏതാണ്ട് രണ്ടാമത് വലിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് അവർ മാറിയിട്ടുണ്ട്. പിന്നെ റിലയൻസിന്റെ ഡാറ്റാ സെന്റർ, അതായത് നമ്മൾ ഈ ഗൂഗിൾ ഒക്കെ പ്രവർത്തിക്കുന്നല്ലോ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ റിലയൻസും ഒരു ഡാറ്റാ സെന്റർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവരുടെ ഭാവി കണക്കാക്കിയുള്ള ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന സോളാർ പാടത്ത് വലിയൊരു ബാറ്ററി പ്ലാന്റ് അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 2026 അവർ ബാറ്ററി പ്ലാന്റ് പൂർണ്ണ സജ്ജമാകും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ ഈ നഗരങ്ങളിൽ ഉള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ മാലിന്യ സംസ്കരണം. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഇവർ റിലയൻസുകാർ ഈ ബയോഗ്യാസ് പ്ലാന്റ്, കംപ്രസ്ഡ് ബയോഗ്യാസ് അത്തരത്തിൽ ഉണ്ടാക്കുന്നതിന് 500 എണ്ണം അത്തരത്തിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ അവർ സ്ഥാപിക്കാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്. 2030 ആ ബയോഗ്യാസ് പ്ലാന്റുകളും പ്രവർത്തനക്ഷമമാക്കാനാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഈ നഗര മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഈ ബയോഗ്യാസ് ആയിട്ട് മാറ്റാൻ സാധ്യതയുള്ള ജൈവ മാലിന്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചും റിലയൻസിന് പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ റിലയൻസിന്റെ വാർഷിക ജനറൽ ബോഡി കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ അനന്ത് അംബാനിയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിയെക്കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചത്. അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ റിലയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും. അവർ രാജ്യത്തെ കൊള്ളയടിക്കുന്ന വലിയ കുത്തക മുതലാളിമാർ എന്നുള്ള അഭിപ്രായം ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ഉന്നയിക്കുന്നതാണ്. പക്ഷേ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന വ്യവസായ സംരംഭങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം പുതിയ പദ്ധതികളിൽ റിലയൻസ് നടത്തുന്ന അല്ലെങ്കിൽ അംബാനി കുടുംബം നടത്തുന്ന ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ സംരംഭങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും.